കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ ആര്യാടൻ ഷൗക്കത്ത് എത്തിയിട്ടുണ്ട്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്ന് പത്രികാ സമർപ്പണത്തിന് ഒരുങ്ങുകയാണ് ആര്യാടൻ ഷൗക്കത്ത്. അതിന് മുന്നോടിയായാണ് ഇപ്പോൾ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തി പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത്. മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പത്രികാ സമർപ്പണത്തിൽ പങ്കെടുക്കും എന്നാണ് മനസ്സിലാക്കുന്നത്. പത്രികാ സമർപ്പണത്തിന് മുൻപായി 5000 പേരെ അണിനിർത്തിക്കൊണ്ടുള്ള റാലി ഉൾപ്പെടെ നടത്താനാണ് കോൺഗ്രസ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇപ്പോൾ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തിയതിനു ശേഷം അദ്ദേഹം മടങ്ങുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്നത്. സൂരജ് സജി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, ഇന്നിപ്പോൾ പത്രിക സമർപ്പിക്കാനിരിക്കെയാണ് അദ്ദേഹം കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ എത്തി പുഷ്പാർച്ചന നടത്തിയിരിക്കുന്നത്. ആരൊക്കെയുണ്ട് അദ്ദേഹത്തിനോടൊപ്പം? എപ്പോഴായിരിക്കും അദ്ദേഹം ഇവിടെ നിന്ന് ഇനി പത്രികാ സമർപ്പണത്തിനായി പോവുക? വിവരങ്ങൾ. ഇവിടെ നിന്ന് നേരെ ആര്യാടൻ ഷൗക്കത്ത് നിലമ്പൂരിലേക്കാണ് യാത്ര തിരിക്കുക. അവിടെ എത്തി പത്രിക സമർപ്പിക്കും. ഈ പത്രികാ സമർപ്പണത്തിന് മുന്നോടിയായാണ് ഈ കെ കരുണാകരന്റെയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ പത്നി കല്യാണിക്കുട്ടി അമ്മയുടെയും സ്മൃതി കുടീരത്തിലെത്തി ഇപ്പോൾ പുഷ്പാർച്ചന നടത്തുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് കല്യാണിക്കുട്ടി അമ്മയുടെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ്. കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലും അല്പം മുമ്പ് അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയും ചെയ്തു. തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് അടക്കമുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ വലിയ സ്വീകരണമാണ് ഈ തൃശൂരിലെത്തിയ ആര്യാടൻ ഷൗക്കത്തിന് ഒരുക്കുകയും ചെയ്തത്. കോൺഗ്രസുകാരെ സംബന്ധിച്ച് ലീഡർ കെ കരുണാകരൻ അവരുടെ വൈകാരിക ബന്ധം തന്നെയാണ്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പത്രിക സമർപ്പണത്തിന് മുമ്പ് ഈ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് നടപടികളിലേക്ക് കടക്കണം എന്ന ആഗ്രഹത്തിന്റെ ഭാഗമായാണ് ആര്യാടൻ ഷൗക്കത്ത് തൃശൂരിലെത്തിയത്. തൃശൂരിൽ പൂങ്കുന്നത്തെ കെ കരുണാകരന്റെ സ്മൃതി കുടീരത്തിലെത്തി അദ്ദേഹം പുഷ്പാർച്ചന നടത്തുകയായിരുന്നു. ഇവിടെ നിന്ന് നേരെ നിലമ്പൂരിലേക്ക് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. നിലമ്പൂരിലെത്തി ഇന്ന് പത്രിക സമർപ്പിക്കും. ഇന്നലെ അദ്ദേഹം ഈ ചില പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എറണാകുളത്തും കോട്ടയത്തും അതോടൊപ്പം തന്നെ പത്തനംതിട്ടയിലും എല്ലാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചയോടുകൂടിയാണ് തൃശൂരിൽ എത്തിയത്. ആര്യാടൻ ഷൗക്കത്ത് നമ്മളോട് എന്തെങ്കിലും സംസാരിക്കുകയാണ്. പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് മുരളി മന്ദിരത്തിലേക്ക് എത്തി. നേരെ നിലമ്പൂരിലേക്കാണോ? നേരെ നിലമ്പൂരിലേക്ക് ലീഡറുടെ ഓർമ്മകളിൽ തുടങ്ങുകയാണ്. ഒരു വൈകാരിക ഇവിടം തന്നെയാണ് മുരളി മന്ദിരം. സ്വാഭാവികമായിട്ടും താങ്കളുടെ പിതാവും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് രാഷ്ട്രീയ കാര്യങ്ങളും പ്രശ്നങ്ങളും വേറെ ഉണ്ടാവും. പക്ഷെ അവിടെ എത്തി ആണ് തുടങ്ങുന്നത് അല്ലെ? പറയട്ടെ, ഇന്ന് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, UDFനെ സംബന്ധിച്ചിടത്തോളം, വ്യക്തിപരമായി എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. 9 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ദുസ്സഹവും ദുരിതപൂർണമായ ഭരണം മാറ്റുന്നതിനു വേണ്ടിയുള്ള ഒരു വലിയ പോരാട്ടത്തിന് നിലമ്പൂരിൽ തുടക്കം കുറിക്കും. ആ തുടക്കം ഇന്നത്തെ ദിവസത്തിന്റെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകത, ഇന്ന് നാമനിർദ്ദേശം സമർപ്പിക്കുന്ന ദിവസമാണ്. നാമനിർദ്ദേശം സമർപ്പിക്കുന്ന ഈ ദിവസം എൻ്റെ പ്രഭാതം ഇന്ന് തുടങ്ങുന്നത്, എൻ്റെ ദിവസം ഇന്ന് തുടങ്ങുന്നത് ഈ പ്രഭാതത്തിൽ കോൺഗ്രസിനെ കേരളത്തിൽ കോൺഗ്രസാക്കി മാറ്റിയ 9 MLA-മാരിൽ നിന്ന് കോൺഗ്രസിനെ ഭരണത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ പിതാവുമൊത്ത്, എൻ്റെ പിതാവിനെ പോലെ തന്നെ തൊഴിലാളി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന അധികായകനായ ലീഡർ കെ കരുണാകരൻ സാറിന്റെ കബറിടത്തിൽ നിന്ന് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഈ അനുഗ്രഹം തേടിക്കൊണ്ടാണ് ഇന്നത്തെ എൻ്റെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിനുള്ള ഈ ദിവസം തുടങ്ങുന്നത്. ഇവിടെയൊക്കെ വരുമ്പോൾ ഇവിടുന്ന് ലഭിക്കുന്ന ഒളിമങ്ങാത്ത ഓർമ്മകൾ, അത് ഇപ്പോഴും ഒരു കരുത്തും ശക്തിയുമായി ഞങ്ങൾക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് വലിയ ഊർജമായി മാറുകയാണ്. ലീഡർ കെ കരുണാകരൻ കരുണാകരൻ സാർ നിലമ്പൂരിൽ വന്ന് എനിക്ക് വേണ്ടി പ്രചരണം നടത്തുന്ന ഒരു രൂപത്തിലാണ് ഇന്ന് ഞാനിതിനെ കാണുന്നത്. അദ്ദേഹത്തിന്റെ ആ ധീരമായ ഓർമ്മകൾ, അദ്ദേഹത്തിന്റെ ആത്മാവ്
ഇന്ന് നിലമ്പൂരിൽ ഞങ്ങളുടെ കൂടെ പ്രചരണത്തിനുണ്ട് എന്ന് കൂടി വിശ്വസിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു ഊർജം ഇവിടെ നിന്ന് ലഭിക്കുന്നു. എന്തായാലും ഇന്ന് ഈ നാമനിർദ്ദേശക പത്രികാ സമർപ്പണം രാവിലെ 11:20 നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ നൽകുകയാണ്. എല്ലാവരുടെയും പിന്തുണയും സഹായവും അനുഗ്രഹവും ഉണ്ടാവണമെന്നാണ് വിനീതമായി പറയാനുള്ളത്. എന്നും ഈ നാടിനു വേണ്ടി, കേരളത്തിനു വേണ്ടി കൂടെ നിൽക്കാൻ, പ്രത്യേകിച്ചും അതിസാധാരണക്കാരന് വേണ്ടി കൂടെ നിൽക്കാൻ എന്റെ പിതാവ് കാണിച്ചു തന്ന വഴികളിലൂടെ മുന്നോട്ടു പോകാൻ ഞാനുണ്ടാകും എന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാനുള്ളത്. എം സ്വരാജ് എതിർ സ്ഥാനാർത്ഥി എത്തിയിരിക്കുകയാണ്. സ്ഥാനാർത്ഥി എങ്ങനെ കാണുന്നു? മത്സരം നിലമ്പൂരിൽ കടുത്തു എന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. നമ്മളൊരു സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ എന്തായാലും അപ്പുറത്തൊരു സ്ഥാനാർത്ഥി ഉണ്ടാവും എന്ന് വിചാരിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. ആര് സ്ഥാനാർത്ഥിയായാലും നിലമ്പൂരിനെ തിരിച്ചുപിടിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണി സദാ സന്നദ്ധമാണ്. നിലമ്പൂരിൽ അതിന് മണ്ണൊരുങ്ങിക്കഴിഞ്ഞു. അത് ഐക്യ ജനാധിപത്യ മുന്നണി പ്രവർത്തകരുടെ വോട്ട് മാത്രമല്ല, ഈ ഇടതുപക്ഷ ഭരണം മാറുന്നതിന് വേണ്ടി ഉള്ള ഒരു വലിയ ജനവിഭാഗത്തിന്റെ വോട്ട് കൂടി ലഭിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നീണ്ട വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് ഇപ്പോൾ പാർട്ടി ചിഹ്നത്തിൽ CPM മത്സരിക്കാൻ തുടങ്ങുന്നത്. എന്താണ് അത് നൽകുന്ന രാഷ്ട്രീയ സന്ദേശം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു? അല്ല, ഞാൻ അതിനെക്കുറിച്ച് വല്ലാതെ പറയുന്നില്ല. എങ്കിലും ഒരു സംസ്ഥാനത്തെ പ്രധാന സ്വരാജന്റെ അടുത്ത സുഹൃത്താണ്, വളരെ അടുത്ത സുഹൃത്താണ്. ഞങ്ങളെപ്പോഴും കാണുന്നതും സംവദിക്കുന്നതും ഒക്കെയാണ്. രാഷ്ട്രീയപരമായ നിലപാടുകൾ വ്യത്യസ്തമാണെങ്കിലും വളരെ അടുപ്പം സൂക്ഷിക്കുന്നയാളാണ്. 3-4 ദിവസം മുൻപൊക്കെ ഞങ്ങൾ കണ്ടിരുന്നു മരണ വീട്ടിൽ വെച്ച്. ഇവിടെ എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് CPM ആണ് മറുപടി പറയേണ്ടത്. 967 ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 15 തെരഞ്ഞെടുപ്പുകൾ നിലമ്പൂരിൽ നടന്നു. അതിലാകെ 2 പ്രാവശ്യം മാത്രമാണ് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചത്. പിന്നെയൊക്കെ സ്വതന്ത്രന്മാരെ തിരയുകയായിരുന്നു. എന്തുകൊണ്ടാണ് CPMന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കൂടെയുള്ള ഒരു നേതാവ്, സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ഉണ്ടായിട്ടും ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ ഇത്ര സമയമെടുത്തത് എന്ന് ചോദിച്ചാൽ തന്നെ നമുക്കറിയാം. എന്താണ് അതിന് കാരണം എന്ന് നിങ്ങൾക്ക് തന്നെ അന്വേഷിച്ചാൽ അറിയാം. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെയായാലും ആര് സ്ഥാനാർത്ഥിയായാലും ഈ നിലമ്പൂർ കഴിഞ്ഞ 2 പ്രാവശ്യം നഷ്ടപ്പെട്ട നിലമ്പൂർ ഒരു വലിയ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചുപിടിക്കാനും കേരള ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ ജനവിധി എഴുതാനും ജനങ്ങളും UDFും തയ്യാറായി. നിലമ്പൂരിലെ UDF സ്ഥാനാർത്ഥി ആര്യാടൻ ഷൌക്കത്ത് ഇപ്പോൾ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു.